കേരള ഹോം കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറിയാണ്. എല്ലാ പലഹാരത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണിത്. സമയം കളയാതെ നമുക്കെന്നാൽ തുടങ്ങാം. ഒരു അരക്കഷ്ണം ഉള്ളി, 5 വെളുത്തുള്ളി അല്ലി ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇതെല്ലാം ഒരു മിക്സി ജാറിലിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് അത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് നന്നായി ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഉള്ളിയുടെ നിറം അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് നിറം മാറി വന്നാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായി വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി ഒന്നും കൂടി വഴറ്റി കൊടുക്കണം. നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് വേവാൻ വെക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം ചിക്കനിൽ ഒരേപോലെ പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് വേവാൻ വെക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, തേങ്ങാപ്പാലിൽ തന്നെ ഈ ചിക്കൻ വെന്ത് വരണം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള വളരെ എളുപ്പത്തിലുള്ള തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി ഇവിടെ തയ്യാറായിരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.